Can you please introduce yourself? My name is Jahangir. I am a native of Trivandrum. ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റാണ്. ഇപ്പോൾ 12th ഗ്രേഡ് കഴിഞ്ഞ കുട്ടികൾക്ക് ഇവിടുത്തെ കോളേജിൽ അഡ്മിഷൻ മേടിച്ചു കൊടുക്കുക, അവർക്കുള്ള കൗൺസിലിംഗ് ചെയ്യുക, പുതിയ കോഴ്സസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നതാണ് അറ്റ് പ്രസൻറ്റ് നമ്മുടെ കമ്പനി ചെയ്യുന്നത്. എൻ്റെ കമ്പനിയുടെ പേര് എഡ്യൂ സപ്പോർട്ട് എന്നാണ്. ട്രിവാൻഡ്രം ബേസ്ഡ് ആണ്. ഇതാണിപ്പോൾ ഞാൻ ചെയ്യുന്നത്. ഇപ്പോഴത്തെ ജനറേഷനിൽ സ്കൂളിൽ ചേഞ്ച് ചെയ്യേണ്ട എഡ്യൂക്കേഷൻ സിസ്റ്റം എന്തൊക്കെ ചേഞ്ച് ചെയ്യണം എന്ന് വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട്? ശരിക്കും പറഞ്ഞാൽ രാവിലെ നമ്മൾ എണീറ്റ് നമ്മൾ വീടിന് പുറത്ത് നോക്കി ഒരുപാട് ബസ് ഇങ്ങനെ സ്കൂൾ ബസ്സസ് പോകാറുണ്ട്. അതിനകത്ത് പിള്ളേർ ടൈയും കോട്ടും ഒക്കെ ഇങ്ങനെ യൂണിഫോം ഇട്ട് ഒരു ബസ്സിനകത്ത് പോകുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നാറുണ്ട്. കാര്യം അവർ രാവിലെ എണീറ്റ് പോകുന്നു, ഒരു പഴയ സിലബസ് ഒരു 600-700 ഇയേഴ്സ് ബാക്കുള്ള സിലബസാണ് പഠിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ആ സിലബസ് പഠിച്ചിട്ട് ഒരു സ്കില്ലും ഇല്ലാത്ത ഒരു പഠന രീതിയാണ് ഫോളോ ചെയ്യുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിന് പ്രധാന കാരണം ഞങ്ങൾ ഈ കോളേജ് അഡ്മിഷൻ എടുത്ത് കൊടുക്കാൻ പോകുമ്പോൾ അവിടെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്ന പല പിള്ളേർക്കും അവർ പഠിച്ചതിൻ്റെ ഒരു ഇതും അവർ കാണിക്കുന്നില്ല. അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴത്തെ പഠിക്കുന്ന സിലബസ് പോരാ. പിന്നെ മാത്രമല്ല നമ്മുടെ ഈ ഇപ്പോഴത്തെ സിനാരിയോ എന്ന് പറഞ്ഞാൽ AI ഡ്രിവൺ സിനാരിയോ വരുന്നു. ടെക്നോളജീസ് ഇങ്ങനെ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ടെക്നോളജീസിന് അനുസരിച്ചിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അതിന് നമ്മുടെ കുട്ടികളെ പ്രാപ്തമാക്കുന്ന തരത്തിലുള്ള ഒരു സിലബസ് ഇല്ലെന്നാണ് എനിക്കുള്ള അഭിപ്രായം. എങ്ങനെ ചേഞ്ച് ചെയ്യാൻ എന്തെങ്കിലും ഐഡിയ? അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ അവർ ഫോളോ ചെയ്യുന്നത് ഒരു കുട്ടികളുടെ ഇൻട്രസ്റ്റ് അറിഞ്ഞിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ രീതിയാണ് അവർ ഫോളോ അപ്പ് ചെയ്യുന്നത്. കുട്ടികളുടെ സ്കില്ല് അത് മനസ്സിലാക്കിയിട്ട് അതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ മാറ്റം അവിടുത്തെ ലൈഫിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്കിവിടെ ഒരുപാട് എൻജിനീയേഴ്സിനെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. അത് ഈ ഓൾഡ് മെത്തേഡാണ്. അതെന്താണെന്ന് വെച്ചാൽ ലിസണിങ്, ലേണിംഗ് ആൻഡ് മെമ്മറൈസിങ്. നമ്മൾ കേൾക്കുന്നു, അത് മനസ്സിലാക്കുന്നു, മെമ്മറൈസ് ചെയ്യുന്നു. അത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് മെമ്മറി ചെയ്യുന്ന ആൾക്കാണ് ഇവിടെ A ഗ്രേഡും A+ കൊടുക്കുന്നത്. സോ മെമ്മറൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ സിസ്റ്റം, നമ്മളിവിടുത്തെ സിസ്റ്റം. പക്ഷേ ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ, ഈ മാറി വരുന്ന ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ മെമ്മറിക്കൊന്നും ഒരു കാര്യമില്ല. ഇപ്പോൾ ChatGPT വന്നാൽ നമ്മൾ എന്ത് ചോദിച്ചാലും അത് ഉടനെ തന്നെ നമുക്ക് മറുപടി തരും. സോ മെമ്മറി ഈസ് ഔട്ട്ഡേറ്റഡ്. ഇപ്പം നമുക്ക് ആവശ്യം സ്കില്ലാണ്. കുട്ടികളുടെ താല്പര്യം അനുസരിച്ചിട്ടുള്ള, അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു തലമുറയെ നമുക്ക് ഭാവിയിൽ ഇവിടെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. അപ്പം അതിൻ്റെ ചേഞ്ചസ് മാറ്റുന്ന സിലബസ് നമ്മൾ പഠിക്കുന്ന സ്കൂളുകൾ നമുക്കിനി കൊണ്ടുവരണം. അതാണ് എൻ്റെ അഭിപ്രായം. കാര്യം എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത്. താങ്ക് യു സോ മച്ച്.